ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള 2-3 ബോഗൻവില്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് എങ്ങനെ ഒരു ബുഷി രീതിയിലേക്ക് നമുക്ക് മാറ്റാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് വളർത്തി വലുതാക്കി ഒരുപാട് ബ്രാഞ്ചസ് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ മെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ് നട്ട് അതിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാനൊരു പോട്ടിൽ നമ്മൾ കമ്പ് നട്ട് വെക്കുന്നത്. അതിൽ നിന്ന് ആ ഒരു ബ്രാഞ്ചസൊക്കെ വലുതായതിനു ശേഷം നമ്മളത് കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നടന്നില്ല, തോൽവിയായി പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഒരു തോൽവികളിൽ നിന്ന് നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ സെറ്റാക്കും. അപ്പോൾ കുറച്ചാൾ മുന്നേ ഞാൻ ചെയ്തെടുത്തേക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ അത്യാവശ്യം വയറിംഗ് ഒക്കെ ചെയ്ത് എൻ്റേതായിട്ടുള്ള ആ ഒരു ഇഷ്ടത്തിലുള്ള ഷേപ്പിലൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇതുങ്ങളെ നമ്മൾ ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2 ചെടികളുണ്ട്, അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആയത് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഷേപ്പ് വരണ്ടേ ആ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തു നിന്നുള്ള ബ്രാഞ്ചസാണ് കൂടുതൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കൊരു ഒറ്റ സ്റ്റമ്പായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ദെൻ നിങ്ങൾക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ആ ഒരു ബ്രാഞ്ചസൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് വേറെയും ഒരുപാട് ബ്രാഞ്ചസൊക്കെ വരും. അപ്പോൾ ഒരു ബുഷി രീതിയിലേക്ക് നമുക്ക് ആ ഒരു പ്ലാന്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച പ്ലാന്റും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഒത്തിരി വീഡിയോ നമ്മൾ ചെയ്യണ്ടല്ലോ, ഒരു ഇച്ചിരി ലെങ്ത്ത് കൂടിപ്പോയെന്ന് അറിയാം, വെരി സോറി. അപ്പോൾ എന്തായാലും നമ്മൾ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ആ ഒറ്റ സ്റ്റമ്പിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ബുഷിയായിട്ട് എനിക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും നടക്കത്തില്ല. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പോർഷനിൽ നിന്ന് വേറെ ഒരുപാട് ബ്രാഞ്ചസ് വരും. അത് ഒന്ന് വലുതായതിനു ശേഷം അതൊക്കെ കട്ട് ചെയ്ത് വേറെ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ എന്തായാലും ഒരുപാട് നാളത്തെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മളെന്തായാലും അതിൻ്റെ പോകെ നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫൈനലി നമ്മുടെ ആ ഒരു കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തേക്കുന്ന ആ ഒരു വർക്ക്. അപ്പോൾ ആ ഒറ്റ സ്റ്റമ്പിൽ തന്നെയാണ് കൂടുതലും ഞാൻ ചെയ്യാറ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു വർക്കാണ്. അപ്പോൾ കൂടുതലും ഇനി ആ ഒരു ടോപ്പിലുള്ള ആ ഒരു വളർന്നു വന്നേക്കുന്ന ബ്രാഞ്ചസ് ആ ഒരു ടിപ്പ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കും. ആ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് നമുക്ക് വേറെയും ബ്രാഞ്ചസ് വരും. സോ ആ ഒരു ബുഷി രീതി തന്നെ നമുക്ക് അതിനെ കിട്ടും കേട്ടോ. അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്ലാന്റിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തേക്കുന്ന വർക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കണം കേട്ടോ.